ഇന്ന് നമ്മുടെ മധ്യത്തിൽ അതിപ്രധാനമായ 3-4 വചനങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ട് കോശങ്ങളുടെ മരണവും ആത്മീയ പുനർജീവനം എന്ന വിഷയത്തെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത്രമാത്രം ഡീപ്പായ ഈ വിഷയത്തിന്റെ നടുവിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിലും ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ വിടുതൽ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ നടുവിലുണ്ട് എന്നതിൽ വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. നമുക്ക് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാം വചനം ദൈവമക്കളിൽ ഒരാൾക്കൊന്ന് വായിക്കാമല്ലോ. വേറൊരു വേദവചനമാണ് സങ്കീർത്തനം 104:30. ഇവിടെ നമ്മൾ 2 കാര്യം ചിന്തിപ്പാനിടയായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. ആ പദം വളരെ ശ്രദ്ധിച്ചിരിക്കുക. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതാണ് നമ്മൾ ഒന്നാമത് വായിച്ചത്. അതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മറ്റൊരു വചനമാണ് സങ്കീർത്തനം 104:30-ാം വചനം. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. ആ പദം മനസ്സിലാക്കുക. ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. ദൈവത്തിന്റെ ശ്വാസം ആവശ്യമാണ്, എങ്കിലേ വിടുതൽ അനുഭവിക്കാൻ കഴിയുള്ളൂ. നീ ഭൂമിയുടെ മുഖത്തെ പുതയ്ക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ ചേർത്ത് നിർത്തി വായിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-6 വരെയുള്ള വചനമാണ്. അതൊരു നീണ്ട വചനമാണ്, എങ്കിലും അതിനകത്ത് പ്രധാനപ്പെട്ട വചനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 3-ാം വചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ ശ്വാസം ഇവിടെ അയക്കപ്പെടണം. ക്രിസ്തുവിൽ ഒരുവൻ പുതുതായി തീരണം. തീർന്നില്ല. ദൈവത്തിന്റെ രാജ്യം കാണുവാൻ കഴിയണമെങ്കിൽ പുതുതായി ജനിക്കണം. ഈ ഒരു അതിപ്രധാനമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പുതിയതായി തീരുന്ന ഒരു പ്രക്രിയയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ശ്വാസം അയക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്ന ദൈവവചനം തീർന്നില്ല. ക്രിസ്തുവിലായാൽ എന്നുള്ള പദമാണ്. ക്രിസ്തുവിൽ ഒരുവനാകണം. അങ്ങനെ ആയാൽ അവൻ പുതുതായി തീർന്നിരിക്കുന്നു എന്നൊരു ചിന്തയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. വീണ്ടും പറയുന്നു, ദൈവത്തിന്റെ രാജ്യം കാണണം. അത് കാണണമെങ്കിൽ പുതുതായി ഒരുവൻ ജനിക്കണം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു സത്യം ഇതാണ്. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുമ്പോൾ ഇതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മറ്റൊരു പദവും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റോമാലേഖനം അതിന്റെ 12-ാം അധ്യായം 2-ാം വചനം ഇങ്ങനെ പറയുന്നു. ശ്രദ്ധിച്ചു കേൾക്കൂ പ്രിയരെ. റോമാലേഖനം 12-ന്റെ 2-ാം വചനം അവിടെ ചേർത്ത് പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള. ഇവിടെ ആവശ്യപ്പെടുന്ന ഒരു 3-4 കാര്യങ്ങളുണ്ട്. എന്താണെന്ന് അറിയാമോ? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്നുള്ള പദമാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. പക്ഷെ നമ്മൾ ഇത്രമാത്രം ശ്രദ്ധിക്കണം. നാം നമ്മുടെ ബോഡിയെ ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഇപ്പം ശ്രദ്ധിക്കണ്ട, നമ്മുടെ ആത്മാവിനെയാണ് ഇവിടെ വില കൊടുക്കേണ്ടത് എന്നൊരു വസ്തുതയാണ് വ്യക്തമാക്കുന്നത്. നമുക്ക് നമ്മളിലുള്ള വിലപ്പെട്ട ദൈവം തന്നിരിക്കുന്ന ആത്മാവ് സുരക്ഷിതമാക്കണം. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം എന്നുള്ള ചിന്തയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഈ ശരീരത്ത് പനിയുണ്ടാകും. ഈ ശരീരത്ത് ഈ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് എന്തൊക്കെ സംഭവിക്കാമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സകലത്തിനും അവൻ അധീനപ്പെടും. ക്യാൻസറിനും മാരക രോഗങ്ങൾക്കും എയ്ഡ്സിനും സകലവിധമായ രോഗങ്ങൾക്ക് അധീനപ്പെടാൻ ഈ ശരീരത്തിന് സാധ്യതയുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് നമ്മളിലുള്ള വിലപ്പെട്ട ആത്മാവിനെ ശ്രദ്ധിക്കുകയും
അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിലപ്പെട്ട ആത്മാവ് സുരക്ഷിതമാക്കണം. അതിൽ പിശാചിന്റെ ഒരിടപാടും ഉണ്ടാകാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചുണർത്തുന്ന വചനമാണ് ഇന്ന് രാത്രി ചിന്തിച്ചത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ മനുഷ്യനാകുന്നു. ക്രിസ്തുവിലായാൽ നമ്മളിലുള്ള ആത്മാവ് പുതുതാകുന്നു. നമ്മൾ ലോകത്തിന് അനുരൂപമാകാതെ നമ്മളിലുള്ള ആത്മാവ് നന്മ കൊണ്ട് നിറയണം. നമ്മളിലുള്ള ആത്മാവ് ദൈവിക പ്രസാദവും ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഗീതം മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മാവ് ഓരോ ദിവസവും പുതുക്കി പുതുക്കി രൂപാന്തരപ്പെടണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന അതിപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ കുറിച്ചല്ല സംസാരിക്കുന്നതും പ്രത്യുത നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ആത്മാവ് പുതുക്കപ്പെടണം. അത് ദൈവത്തിന്റെ കൈകളിൽ സുരക്ഷിതമാക്കണം. അതിനും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൈകളിൽ ദൈവം തന്നിരിക്കുകയാണ്. ഓക്കെ, ഒരിക്കലും ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാണ്. നമ്മളിലുള്ള ആത്മാവ് ദിനം തോറും ദൈവത്തിന്റെ രാജ്യം കാണണം. അതിന് വീണ്ടും ജനനം, പുതിയ അനുഭവം, പുതിയ ഹൃദയം, പുതിയ അനുഭവം, പുതിയ മനസ്സുണ്ടാകണം. ഇനി നമുക്ക് അതിന്റെ ആഴത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഭവിച്ചറിയാൻ പോകുകയാണ്. നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തു എന്ന് പറയുന്ന ആ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം കേവലം ഒരു ചരിത്ര പുരുഷനല്ല എന്ന് മനസ്സിലാക്കേ. അതിനപ്പുറത്ത് കല്ലറകളെ ഭേദിച്ച് ഓരോ പദം ശ്രദ്ധിക്കുക. കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവമാണ്. അപ്പൊ ഈ ദൈവം ആൽഫയാണ്, ഒമേഗയാണ്, ആദ്യനും അന്ത്യനുമാണ് എന്നുള്ള സത്യം മറക്കരുത്. അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ വെളിപ്പെടുത്താൻ പോകുന്ന ഒരു അതിശക്തമായ ദൂത് എന്താണ് ശ്രദ്ധിക്കണം. നാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ നമ്മുടെ ആത്മാവിന്റെ ആഴങ്ങളെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. മരണമില്ലാത്ത പുതിയൊരു ജീവനില്ല എന്ന ഒരു രഹസ്യം ഇവിടെ ഉണ്ട്. എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞാൽ മരണമില്ലാതെ പുതിയൊരു ജീവനില്ല എന്നൊരു രഹസ്യം ഇവിടെ ഉണ്ട്. ഒരിക്കൽ ചേർന്ന് പറഞ്ഞോളൂ, മരണമില്ലാതെ പുതിയൊരു ജീവനില്ല എന്നൊരു രഹസ്യം ഇവിടെ ഉണ്ട്. അപ്പൊ വിശുദ്ധ ബൈബിളിൽ പൗലോസ് പഠിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഭാഗം കേൾക്കൂ. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 17-ാം വാക്യം വ്യക്തമായി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറയുന്നതെന്ന് അറിയാമോ? അതുകൊണ്ട് ആരെങ്കിലും ക്രിസ്തുവിലായാൽ അവൻ പുതിയൊരു സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു എന്നാണ് പഠിപ്പിക്കുന്നത്. ഈ പുതിയ സൃഷ്ടി, ന്യൂ ക്രിയേഷൻ എന്ന് പറയുന്ന ശ്രദ്ധേയമായ പദം മറക്കരുത്. അതുകൊണ്ട് ഇവിടെ തികച്ചും വിപ്ലവകരമായ ഒരു പുതിയ സ്വഭാവത്തെ ഇവിടെ കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പഴയ രോഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, പഴയ ശാപങ്ങളുണ്ട്. പാരമ്പര്യമായി നമ്മളെ വേട്ടയാടുന്ന, നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന, നമ്മുടെ കോശങ്ങളിലെ നമ്മെ വേട്ടയാടുന്ന വൈകല്യങ്ങളുള്ള ശക്തികളുണ്ട്. അതിന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നമ്മുടെ കോശങ്ങളെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത്? സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ മനുഷ്യ ശരീരത്തെ നോക്കിക്കൊണ്ട് 139-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 14-ാം വചനം ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ ഭയങ്കരവും അത്ഭുതവുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. ഓക്കെ, അപ്പൊ ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. എങ്ങനെയാ സൃഷ്ടിച്ചിരിക്കുന്നത്? ഭയങ്കരവും അത്ഭുതമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പദം അതുപോലെ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മളിങ്ങനെ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നവരല്ല.
നമ്മൾ എന്ന് പറയുന്ന വ്യക്തിത്വം ഭയങ്കരമായ അത്ഭുതമായ ഒരു ദൈവിക സൃഷ്ടിയാൽ സംജാതമായ ഒന്നാണ് ഞാനും നിങ്ങളും. അതിന് നമ്മൾ ദൈവത്തിന് നന്ദി ഒന്ന് ആദ്യം ഒന്ന് പറഞ്ഞാത്ത സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കൂ പ്രിയരെ, നമ്മുടെ ഈ നശ്വരമായ, ഈ ക്ഷണികമായ ഈ ശരീരം കോടിക്കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വൈദ്യശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ അവന്റെ ഉള്ളിൽ ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് കോശങ്ങൾ മരിക്കണം. അപ്പൊ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഓരോ നിമിഷവും എന്ത് ചെയ്യണം? ലക്ഷക്കണക്കിന് കോശങ്ങൾ മരിക്കണം. എന്നിട്ട് തീർന്നില്ല, കേൾക്കൂ, പകരം ലക്ഷക്കണക്കിന് പുതിയ കോശങ്ങൾ ജനിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഈ പ്രക്രിയക്കാണ് മെഡിക്കൽ സയൻസിൽ അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്ന ഈ മെഡിക്കൽ സയൻസിൽ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്ന് പറയുന്ന ഈ സിസ്റ്റത്തെ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ നമ്മളെ പഠിപ്പിക്കുന്ന സത്യം ഇതാണ്: നമ്മളെ പഴയ കേടുവന്ന കോശങ്ങൾ ഇവിടെ മരിക്കുമ്പോൾ പുതിയ കോശങ്ങൾ ഇവിടെ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ പുതിയ കോശത്തിന്റെ ജനനം എന്ന് പറയുന്നത് റീജനറേഷൻ ആണ്, ഒരു പുനരുജ്ജീവനമാണ്. അതുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും മനസ്സിലാക്കണം, അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അത് ശരീരത്തിന്റെ നിലനിൽപ്പിനുള്ള ദൈവത്തിന്റെ ഡിസൈൻ ആണ്. ഒരിക്കലൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അപ്പൊ കോശങ്ങൾ സ്വയം ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രക്രിയ. ഇപ്പൊ കോശത്തിന് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോൾ ശരീരം അതിനോട് പറയുന്ന ഒരു പദമുണ്ട്: നിന്റെ സമയം കഴിഞ്ഞു, നീ ഇനി ഇവിടെ ഇരുന്നാൽ ശരീരത്തിന് ദോഷമാണ്, അതുകൊണ്ട് നീ മരിക്കണം. അപ്പോൾ ഇവിടെ അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്ന ഈ സംഭവം അത് സിസ്റ്റമാറ്റിക്കലായി നടന്ന് മതിയാക്കിക്കൊള്ളൂ. അത് കൃത്യമായി നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കേടുവന്ന പ്രായമായ ഈ കോശങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യമുണ്ട്: ഇത് അനിയന്ത്രിതമായി പെരുകാൻ തുടങ്ങും. അതിന്റെ ഫലമായിട്ടാണ് ശരീരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ട്യൂമർ പോലുള്ള, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ രൂപപ്പെടുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ശ്രദ്ധിക്കൂ പ്രിയരെ, ക്യാൻസർ എന്നാൽ മറ്റൊന്നുമല്ല, മരിക്കാൻ വിസമ്മതിക്കുന്ന അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകാത്ത ഈ കോശങ്ങളുടെ കൂട്ടമാണ്. അവ ശരീരത്തിന്റെ നിയമത്തെ അനുസരിക്കാൻ, ശരീരത്തിനൊരു നിയമമുണ്ട്, ലക്ഷക്കണക്കിനുള്ള കോശങ്ങൾ ഓരോ നിമിഷവും മരിക്കണം. അപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് കോശങ്ങൾ ആ ഓരോ നിമിഷവും പുതുതായിട്ട് ഇവിടെ ഉണ്ടാകണം. ഇത് ശരീരത്തിന്റെ നിയമമാണ്. ഇത് സംഭവിക്കാതെ, ഇത് മരിക്കാതെ, ഇത് കുമിഞ്ഞു കൂടുമ്പോഴാണ് ക്യാൻസർ പോലുള്ള മറ്റു പലപരമായ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ റീജനറേഷൻ അഥവാ പുനരുജ്ജീവനം, നമ്മുടെ ചർമ്മത്തിലെ സ്കിൻ കോശങ്ങൾ ഓരോ 2-4 ആഴ്ച കഴിയുമ്പോൾ ഇത് പൂർണ്ണമായും മാറുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. കേൾക്കൂ പ്രിയരമുള്ളവരെ, നമ്മുടെ കരൾ അതിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയാൽ പോലും സ്വയം വളരാൻ ശേഷിയുള്ളതാണ് എന്നിവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ശരീരത്തിന്റെ എവിടെയെങ്കിലും മരണത്തിന്റെ പ്രക്രിയയും ജീവന്റെ പ്രക്രിയയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നുവോ അവിടെ രോഗം ആരംഭിക്കുന്നു. അതേപോലെയാണ് ആത്മീയ ലോകത്തിലും. എല്ലാവരും വിശുദ്ധ കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്താട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഹീലിംഗ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വെളിപ്പെടണം. അതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യണം. നമ്മുടെ ശരീര ക്ഷീണങ്ങളുണ്ട്, ബലഹീനതകളുണ്ട്, രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും അതിന്റെ ഒക്കെ നടുവിൽ അതിജീവിക്കുന്ന ദൈവ വചനത്തെ ഓർത്ത് ദൈവത്തിനൊന്ന് വിശുദ്ധ കരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഇപ്പൊ പഴയ മനുഷ്യന്റെ മരണം ഇവിടെ വെളിപ്പെടണം. ആത്മീയ അപ്പോപ്റ്റോസിസ് ഇവിടെ സംഭവിക്കണം. ഇവിടെ ദൈവ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു സത്യമുണ്ട്. ശരീരത്തിൽ അപ്പോപ്റ്റോസിസ് നടക്കാതിരുന്നാൽ ക്യാൻസർ ഉണ്ടാകുന്നത് പോലെ, പ്രിയമുള്ളവരെ മനസ്സിലാക്കുക,
നമ്മുടെ ജീവിതത്തിൽ ആത്മീയ അപ്പോപ്റ്റോസിസ് നടന്നില്ലെങ്കിൽ നമ്മൾ ആത്മീയമായി മാരകമായ രോഗബാധിതയായി മാറും. അതാണ് ഇന്ന് ക്രൈസ്തവ സമൂഹങ്ങളിൽ നടക്കുന്നത്. നമ്മൾ ഓർക്കും ഇവർ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഇവർക്ക് ഒരു മാറ്റവുമില്ല, ഇവർ പിന്നെയും പരദൂഷണം പറയുന്നു, ഇവർ പിന്നെയും അതിരു മാന്തുന്നു, ഇവർ പിന്നെയും കള്ളത്തരം കാണിക്കുന്നു, പിന്നെയും തെറ്റായ മാർഗം ചെയ്യുന്നു, ഇവർ പിന്നെയും മദ്യപിക്കുന്നു, ഇവർ പിന്നെയും കുടുംബത്തിൽ അടി ഉണ്ടാക്കുന്നു, എത്ര തിരുമേശ കൂടിയിട്ടും ഒരു പ്രയോജനമില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. ആമേ മരിക്കേണ്ടത് മരിച്ചിട്ടില്ല എന്ന സത്യമാണ്. അതുകൊണ്ട് അപ്പോപ്റ്റോസിസ് നടന്നില്ലെങ്കിൽ ആത്മീയമായ വലിയ അപകടകരമായ മാരകമായ രോഗമുണ്ടാകുന്നു. നമ്മുടെ ഉള്ളിലെ പഴയ മനുഷ്യൻ, കേൾക്കൂ പ്രിയരെ, ജഡത്തിന്റെ ആഗ്രഹങ്ങൾ, ഇതാണല്ലോ പഴയ മനുഷ്യൻ. മുൻകോപം, അസൂയ, ക്ഷമിക്കാത്ത മനോഭാവം, കൈപ്പേറിയ ഓർമ്മകൾ, അപ്പൊ ഇവയൊക്കെ മരിക്കാൻ തയ്യാറാകണമെന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 6:6 ഓർമ്മിപ്പിക്കുന്ന ആഴമേറിയ ചിന്ത എന്താണ്? നാം ഇനിമേൽ പാപത്തിന് അടിമപ്പെടാതിരിക്കേണ്ടതിന്. എങ്ങനെയല്ല പറയുന്നത്? നാം ഇനിമേൽ പാപത്തിന് അടിമപ്പെടാതിരിക്കേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് കൂടെ കുരിശിലേറ്റപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇത് നമ്മൾ അറിയണം. അറിയാത്തവർ കൊണ്ടാണ് ഇന്നും നമുക്ക് അപകടം പറ്റിക്കും. വളരെ എളുപ്പമുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ! എത്ര പേർക്ക് സ്തോത്രം ചെയ്യും? ഒന്ന് ചിരിച്ചോണ്ടൊന്ന് ഹല്ലേലൂയ പറഞ്ഞേ. വളരെ സന്തോഷമുള്ള ജീവിതം ക്രിസ്തീയ ജീവിതം. ഇത് തനതായ ശരിയായ രീതിയിൽ നമ്മളൊന്ന് ട്രീറ്റ്മെന്റ് പ്രാപിച്ച് വചനത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ സ്വർഗീയ അനുഭവം ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കാൻ പറ്റും. അപ്പൊ കേൾക്കൂ, ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 6:6 പറയുന്ന പോലെ നാം ഇനിമേൽ പാപത്തിന് അടിമപ്പെടരുത്. നമ്മുടെ പഴയ മനുഷ്യൻ എന്ത് ചെയ്യണം? ക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ ഏറ്റപ്പെട്ടെന്ന് നാം അറിയണം. ഇപ്പൊ ക്രിസ്തു സഭയോട് ആവശ്യപ്പെടുന്നത് കേവലം വെറും ഒരു സ്വഭാവ മാറ്റമല്ല. നമുക്കറിയാം, നമ്മളിൽ പലരും കടന്നു വരുന്നത് നമ്മുടെ സ്വഭാവത്തിൽ ഒരു അല്പം പെയിന്റ് അടിക്കാൻ വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്. ലഹരി ഉപയോഗം അല്പം കുറയ്ക്കാം, കള്ളം പറയുന്നത് ഒരു അല്പം ആയിക്കോട്ടെ. കാരണം എത്രത്തോളം പൂർണ്ണ വിശുദ്ധരാകാൻ പറ്റും? നമ്മൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്. ആരാ കള്ളം പറയാത്തത്? ആരാ തെറ്റ് ചെയ്യാത്തത്? എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ വല്ലാതെ വേട്ടയാടുന്നു. അപ്പം വിജയിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും നമ്മളിലുള്ള തെറ്റായ ചിന്തകളെ, അറിവുകളെ നമ്മളെ പിന്തുടരുന്നത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന് ഇവിടെ മോഡിഫൈ ചെയ്യേണ്ടതില്ല. നമ്മളത് മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി പാർലർ അല്ല. തോന്നുമ്പോ പാപം ചെയ്തിട്ട് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ല ക്രൂശ്. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ഒന്ന് തിരുത്തി മുന്നോട്ട് വരണം. ആത്മാവിന് ശാന്തി ഉണ്ടാകണം. ആത്മാവ് നമ്മളിലുള്ളത് സത്യം സംസാരിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. നന്മ പ്രവർത്തിക്കാനുള്ള ശക്തി നമ്മുടെ ആത്മാവിനുണ്ട്. ക്ഷമിക്കാനുള്ള ശക്തി നമ്മുടെ ആത്മാവിനുണ്ട്. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ കൊതിക്കുന്ന ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് സ്തോത്രം ചെയ്താൽ ഒന്ന് ഫ്രീഡമായിട്ട് നമ്മുടെ ആത്മാവിനെ ഒന്ന് തുറന്നു വിട്ടേ. ഒന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ ആത്മാവ് ഒന്ന് ചിരിക്കട്ടെ. നമ്മുടെ ആത്മാവ് എന്തിനിങ്ങനെ കുത്തിക്കയറ്റാണ്? കുശുമ്പും കുന്നായ്മയും വൈരാഗ്യവും ഈ ആത്മാവിനെ കുത്തി നിറയ്ക്കുന്ന എന്തിനാണ്? ഒരല്പ സമയം കിട്ടിയാൽ എന്തിനിങ്ങനെ കോമഡി കേട്ട് കുത്തി നിറയ്ക്കണം? എന്തിനിങ്ങനെ തെറ്റായ മൂവി കണ്ട് കേട്ട് ഇതിങ്ങനെ കുത്തി നിറയ്ക്കണം? എന്തിന് മറ്റുള്ളവരുമായിട്ടുള്ള പരദൂഷണം പറഞ്ഞ് നമ്മുടെ ആത്മാവിനെ ഇങ്ങനെ തുഷ്ടത കൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യണം? ശ്രദ്ധിക്കൂ പ്രിയരെ, ഇതൊന്ന് സ്വതന്ത്രമാകട്ടെ. നമ്മുടെ ആത്മാവിന് വളരെ കൊതിയുണ്ട് സത്യം സംസാരിക്കാൻ. നമ്മുടെ ആത്മാവ് ഒന്ന് സന്തോഷിക്കാൻ കൊതിയുണ്ട്. നമ്മുടെ ആത്മാവ് നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കൊതിയുണ്ട്. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താണ്. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നമ്മൾ മുന്നോട്ട് വരണം. ഓരോ ദിവസവും കഴിയും തോറും നമ്മൾ ഓർത്തുകൊള്ളണം, നാം നിത്യതയോട് അടുത്തോണ്ടിരിക്കുകയാണ്. വർഷങ്ങളോളം ജീവിക്കാമെന്ന് കൊതിക്കരുത് കേട്ടോ. ഒത്തിരി കൊതിയും ആഗ്രഹം ഒന്നും വെച്ച് പുലർത്തണ്ട.
അത് ജഡമാണെന്ന് മനസ്സിലാക്കണം. ജീവിക്കുന്നെങ്കിൽ ഒരു ദിവസം ഉള്ളെങ്കിലും നമ്മുടെ ആത്മാവ് ഒന്ന് സന്തോഷിച്ചൊന്ന് ജീവിക്കട്ടെ. ഹല്ലേലൂയ. ഒന്ന് സത്യം പറഞ്ഞൊന്ന് ജീവിക്കട്ടെ. നമ്മുടെ ആത്മാവ് സ്നേഹിച്ചൊന്ന് ജീവിക്കട്ടെ. നമ്മുടെ ആത്മാവ് ഒന്ന് ക്ഷമിച്ചൊന്ന് ജീവിക്കട്ടെ. നമ്മുടെ ആത്മാവ് മറ്റുള്ളവരെ ഒന്ന് താങ്ങി ഒന്ന് ജീവിക്കട്ടെ. നമ്മുടെ ആത്മാവ് മറ്റുള്ളവരെ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ജീവിക്കട്ടെ. അപ്പം മനസ്സിലാക്കണേ, കുരിശെന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലർ അല്ല യേശുവിന്റെ കുരിശ്. എപ്പോഴും ഓടി വന്ന് ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ കള്ളം പറഞ്ഞു, ഞാൻ മറ്റുള്ളവന്റെ അതിരുമാന്തി, ഞാൻ അല്പം തരികട കാണിച്ചു, 10 രൂപ ഞാൻ വെട്ടിക്കുറച്ച്, ഇങ്ങനെ നോക്കുക. എന്തിനിങ്ങനെ പ്രവർത്തിക്കുന്നു? നമ്മുടെ ആത്മാവ് സ്വതന്ത്രമാകട്ടെ. ഇവിടെ മനസ്സിലാക്കണം, വധശിക്ഷ യേശു ക്രിസ്തുവിന്റെ നടക്കപ്പെട്ട സ്ഥലമാണ് ഈ കുരിശ്. അപ്പൊ നിങ്ങളുടെ പഴയ മനുഷ്യൻ അവിടെ മരിച്ചേ തീരൂ. അത് മനസ്സിലാക്കണം. നിക്കോദിമോസ് എന്ന യഹൂദ പ്രമാണി യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഒരു മനുഷ്യൻ ദൈവരാജ്യം കാണുന്നത് എങ്ങനെയാണ്? യേശു കൊടുത്ത മറുപടി എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-5 വചനം പറയുന്നു, ആരെങ്കിലും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല. ദൈവരാജ്യം അപ്പൊ ഒന്ന് മരിക്കാതെ ജനിക്കാൻ പറ്റുമോ? അപ്പൊ മരിക്കണം. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നമ്മുടെ പഴയ കോശങ്ങളെല്ലാം നമുക്ക് അങ്ങ് വിട്ടുകൊടുക്കണം. ഞാനത് വിശദീകരിച്ചു തരാം. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കൂ, ആരെങ്കിലും വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാതിരുന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ അവന് സാധിക്കുകയില്ല. അപ്പൊ ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കണമെങ്കിൽ അവൻ ആദ്യം മരിക്കണം. ഒരിക്കലും വിശുദ്ധകാര്യങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അപ്പൊ മരിക്കാത്ത ഒരാൾക്ക് എങ്ങനെ വീണ്ടും ജനിക്കാൻ സാധിക്കും? ഒരു സത്യമല്ലേ? അപ്പം എല്ലാ വിശ്വാസികളുടെയും ആത്മീയ ജീവിതം തളർന്നു പോകാൻ കാരണം, ക്ഷീണിച്ചു പോകാൻ കാരണം, അവൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും, സ്നാനപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും, ഇടയ്ക്കിടയ്ക്ക് അന്യഭാഷ പറയുന്നുണ്ടെങ്കിലും, അവരുടെ ഉള്ളിലെ പഴയ അഹങ്കാരത്തിന്റെ കോശങ്ങൾ, പഴയ കയ്പിന്റെ കോശങ്ങൾ ഇന്നും മരിക്കാതെ കിടക്കുകയാണ്. ചുമ്മാ ഡാൻസ് കളിക്കുകയാണ് ഈ അന്യഭാഷ, ചുമ്മാത് ഡാൻസ് കളിക്കുകയാണ് ഈ പാട്ടും കൊട്ടും ഒക്കെ, ചുമ്മാത് ഡാൻസ് കളിക്കുകയാണ് പ്രഹസനമായ പ്രസംഗങ്ങൾ. കാരണം ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ശരീരത്തിലെ കോശങ്ങൾ, അഹങ്കാരത്തിന്റെ കോശങ്ങൾ, കയ്പിന്റെ കോശങ്ങൾ, ദിവ്യാഗ്രഹത്തിന്റെ കോശങ്ങൾ മരിച്ചിട്ടില്ല. അതിങ്ങനെ ആത്മീയ ക്യാൻസറായി മാറി സഭയെയും കുടുംബത്തെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ ഒരിക്കൽ കൂടെ ആ ശക്തിയോടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ പരിശുദ്ധാത്മ പഠിപ്പിച്ചു തരുന്നൊരു സത്യമുണ്ട്. പഴയത് മരിച്ചു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് പുതിയ ജീവൻ ഉണ്ടാകുന്നത്? അതിനുള്ള ഉത്തരം ബയോളജിയിൽ ഇല്ല, മറിച്ച് ന്യൂമാറ്റോളജിയിൽ അത് വ്യക്തമാണ്. ന്യൂമാറ്റോളജി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം. അതിനാണ് സങ്കീർത്തനം 104:30 അവിടെ പറയുന്ന ഒരു പദമുണ്ട്. ന്യൂമാറ്റോളജി ശ്രദ്ധിക്കൂ. സങ്കീർത്തനം 104:30 എന്താണ് പറയുന്നത്? അവിടുന്ന് തന്റെ ആത്മാവിനെ അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കൂ. യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് തന്റെ ആത്മാവിനെ അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അവിടുന്ന് ഭൂമിയുടെ മുഖത്തെ പുതയ്ക്കുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ഒരിക്കലും ശക്തമായ ഹല്ലേലൂയ എന്ന് പറയാമോ? എങ്കിലേ ഇടയ്ക്ക് നമ്മുടെ ദിമാക്ക് നന്നായിട്ട് വരത്തുള്ളൂ, നമ്മുടെ ബുദ്ധി നന്നായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കും, ദൈവം തന്റെ ആത്മാവിന് റൂഹായെ അയക്കുമ്പോൾ ഒരു പുതിയ സൃഷ്ടി നടക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1:2 നാം വായിക്കുന്നത് പോലെ ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്റെ മേൽ ഇരുളുണ്ടായിരുന്നു. എന്നാൽ അവിടെ ഒരു മാറ്റം സംഭവിച്ചു. ആ ഇരുളുണ്ടായ ഭാഗത്ത്, ശൂന്യമായ ഭാഗത്ത് ഒരു മാറ്റം എങ്ങനെ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ മരിക്കാത്ത ഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെന്ന റൂഹ അത് ശരീരത്തിലെ നിർജീവമായ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലണം. എവിടെയെല്ലാം മരണമുണ്ടോ, എവിടെയെല്ലാം ശൂന്യതയുണ്ടോ, അവിടെയെല്ലാം പരിശുദ്ധാത്മ കടന്നു വരുമ്പോൾ
ജീവന്റെ പുനരുജ്ജീവന റീജനറേഷൻ ആരംഭിക്കുന്നു. എബ്രായ ഭാഷയിൽ റൂഹ എന്നാണ് ഇത് പറയുന്നത്. അതിന്റെ അർത്ഥം ശ്വാസം അല്ലെങ്കിൽ കാറ്റ് എന്നാണ്. കേൾക്കു പ്രിയരെ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ കാണുന്ന ദർശനം ഓർക്കണേ. എന്താണ് അവിടെ പറയുന്ന ദർശനം? വരണ്ട അത്തികൾ, പ്രവാചകൻ വരണ്ട അത്തികൾ നിറഞ്ഞ ഒരു താഴ്വാരയിൽ നിൽക്കുകയാണ്. അതേപോലെ നിങ്ങൾ വരണം, അതേപോലെ ചിന്തിക്കൂ. വരണ്ട അത്തികൾ നിറഞ്ഞ മാംസമില്ലാത്ത നരമ്പില്ലാത്ത വെറും അസ്ഥിക്കൂടങ്ങൾ, ആ അസ്ഥിക്കൂടങ്ങൾ നിറഞ്ഞ ആ താഴ്വരയിൽ പ്രവാചകൻ നിൽക്കുന്നു. അങ്ങനെ തന്നെ ചിന്തിക്ക്. അവിടെ യാതൊരു ജീവന്റെ ലക്ഷണമില്ല, പൂർണ്ണമായ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം പ്രവാചകനോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കും. ആരാ സംസാരിക്കുന്നത്? പ്രവാചകനോട് ദൈവം പറയുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികളോട് പ്രവചിക്ക. പ്രവാചകൻ പ്രവചിച്ചു. ഇപ്പോൾ ദൈവം പറഞ്ഞു, എന്താണ്? ഇതാ ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് റൂഹ പ്രവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കുമെന്ന് യെഹെസ്കേൽ 37:5 പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഉണങ്ങിയ പച്ചയായ ഉണങ്ങിയ അസ്ഥികൾ എന്ത് ചെയ്യുക? തമ്മിൽ ചേരുകയാണ്. അതിന്റെ മേൽ ഞരമ്പുകൾ വരികയാണ്, അതിന്റെ മേൽ മാംസവും ചർമ്മവും വന്നു ചേരുകയാണ്. എങ്കിലും ഉള്ളിൽ ശ്വാസമില്ലായിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, കാറ്റിനോട് റൂഹ, ശ്രദ്ധിക്കൂ, കാറ്റിനോട് പ്രവചിക്കുക. പ്രവാചകൻ പ്രവചിച്ചപ്പോൾ 4 ദിക്കിൽ നിന്ന് ശ്വാസം വന്ന് ആ മരിച്ചവരുടെ മേൽ ഊതി. അവർ ജീവിച്ച് ഒരു മഹാസൈന്യമായി നിൽക്കുന്നു. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താത് ഇന്ന് രാത്രി കേൾക്കൂ പ്രിയരെ, ഞാനും നിങ്ങളും ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ ശക്തിക്ക് വന്നുകൂടെ? പരിശുദ്ധാത്മാവിന് വന്നുകൂടെ? 4 ദിക്കിൽ നിന്ന് കടന്നു വന്നുകൂടെ? അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മാവ് വിളിച്ചു പറയണം, എന്നുള്ളമേ യഹോവയെ സ്തുതിക്ക, എൻ മനമേ ദൈവത്തെ സ്തുതിക്ക, എന്റെ ആത്മാവേ ദൈവത്തെ വിളിക്കൂ. എനിക്ക് വേണ്ടുന്നത് അങ്ങിൽ നിന്നുള്ള കാറ്റാണ്, റൂഹയാണ്, പരിശുദ്ധാത്മാവാണ്. എന്നെ സ്പർശിക്കൂ, എന്റെ ഭവനത്തിലെ അന്ധകാരം നീങ്ങൂ, എന്റെ കുടുംബത്തിലെ അന്ധകാരം നീങ്ങൂ. കൽപ്പിച്ചാട്ട് വാവൊളിച്ച് നമ്മളൊന്നും ചീത്ത വിളിക്കാനൊന്നും പോകണ്ട, പ്രാകാനൊന്നും പോകണം. ഒന്നും മനസ്സ് തുറന്ന് ആത്മാവിനോടൊന്ന് പറ. നമ്മൾ തന്നെ നമ്മുടെ ആത്മാവിനോട് പറ, എന്റെ ആത്മാവേ, എന്റെ ഉള്ളമേ, എന്റെ മനസ്സേ, ദൈവത്തെ വിളിച്ചിട്ട് പറ, കാറ്റേ വാ, പരിശുദ്ധാത്മാവേ വാ, എന്റെ ശരീരത്തെ സ്പർശിക്കണമേ, എന്റെ ഭാര്യയുടെ ശരീരത്തെ സ്പർശിക്കണമേ, എന്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തെ സ്പർശിക്കണമേ, എന്റെ ഭവനത്തിൽ മുടങ്ങാതെ ആഞ്ഞടിക്കുന്ന വഴക്കിന്റെ ആത്മാവിനെ ശാസിക്കണമേ, ചീത്തവിളിയുടെ ആത്മാവിനെ ശാസിക്കണമേ, കലഹത്തിന്റെ ആത്മാവിനെ ശാസിക്കണമേ. ഒന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സകല ഭവനത്തിലെ അന്ധകാര ശക്തികൾ, മാറാ രോഗങ്ങൾ, തിന്മയുടെ ശക്തികൾ നീങ്ങാൻ ഈ ദൈവശക്തിക്കല്ലാതെ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ നമ്മുടെ പക്കൽ? എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? അതുകൊണ്ട് നമ്മുടെ ആത്മാവിനോട് നമ്മൾ സംസാരിക്കണം. അതവിടെ അടങ്ങിയിരിക്കാൻ അനുവദിക്കരുത്. നമ്മുടെ ആത്മാവിനോട് സംസാരിക്കണം, എന്നുള്ളമേ യഹോവയെ സ്തുതിക്ക. ഈ കണ്ണുകൊണ്ട് TV കാണുമ്പോൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, മറ്റുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ആത്മാവ് ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു. അവനെ ഇടയ്ക്കിടയ്ക്കൊന്ന് വിളിച്ചുണർത്തിട്ട് പറയണം, എന്റെ ഉള്ളമേ, എന്റെ മനമേ, എന്റെ ഹൃദയമേ, ദൈവത്തെ ഒന്ന് സ്തുതിക്ക എന്ന് പറയുമ്പോൾ ആ ആത്മാവ് ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചോളും. അതിന് സമയമെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ കയറുമ്പോൾ ആത്മാവിനോട് പറയണം, ഒരു പാട്ടൊക്കെ ഒന്ന് പാടാൻ. അപ്പോൾ ആത്മാവ് നല്ല പുത്തൻ പാട്ടൊക്കെ അങ്ങോട്ട് പാടാൻ തുടങ്ങും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ബാത്റൂമിൽ പോകുമ്പോൾ മാത്രമല്ല, കാർ ഓടിക്കുമ്പോഴും, വീടിന് പുറത്തു പോകുമ്പോഴും, അകത്തു വരുമ്പോൾ ആത്മാവിനോട് പറഞ്ഞു, എനിക്കൊരു പുതിയ പാട്ട് പാടണമെന്ന്. അങ്ങനെ പറയുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലെ ആത്മാവ് പുതിയ പാട്ടുപാട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താണ്. അങ്ങനെ ആത്മാവ് ദൈവത്തോട് സംസാരിച്ചോളട്ടെ. നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കരുത്. അയ്യോ എനിക്ക് ക്യാൻസർ, അയ്യോ എനിക്ക് തലവേദന, അയ്യോ എനിക്ക് ബാക്ക് പെയിന്, അയ്യോ എന്റെ കാലിന് നീര്. ഇങ്ങനെ നമ്മുടെ ആത്മാവ് ശരീരത്തോട് സംസാരിച്ചാൽ, നമ്മുടെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശരീരത്തോടെ സംസാരിക്കുന്നത്. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കും, നമ്മുടെ ആത്മാവ്
വഴക്കുണ്ടാക്കാനും തെറ്റായ പ്രവൃത്തികൾ ചെയ്യാൻ അനുവദിക്കരുത്. നമ്മുടെ ആത്മാവിനോട് പറയണം ദൈവത്തെ സ്തുതിക്കാൻ. എല്ലാവരും ഒരിക്കലും ദൈവത്തെ ഇന്നോട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തേ. അങ്ങനെ പുതിയ പാട്ടുകൾ, പുതിയ ചിന്തകൾ, പുതിയ കാഴ്ചപ്പാട്, പുതിയ ദർശനം, പുതിയ അനുഭവത്തിലേക്ക് മാറണം. കേൾക്കൂ പ്രിയമുള്ളവരെ, ശ്വാസം 4 ദിക്കിൽ നിന്ന് വന്നു, മരിച്ചവരുടെ മേൽ ഊതി, അവർ ജീവിച്ചൊരു മഹാസൈന്യമായി എഴുന്നേറ്റ് നിൽക്കുന്നു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ലിവർ സിറോസിസാൽ ബാധിച്ച കോശങ്ങളായിക്കോട്ടെ, തകരാറിലായ വാൽവുകളായിക്കോട്ടെ, മെഡിക്കൽ സയൻസ് ഇനി മാറ്റമില്ല എന്ന് പറഞ്ഞ ക്യാൻസർ പോലുള്ള രോഗങ്ങളായിക്കോട്ടെ, ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ റൂഹ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് ഊതപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കണോ? ദൈവത്തെ സ്തുതിച്ചാണ്. നമ്മുടെ ഉള്ളിലെ കേടുവന്ന കോശങ്ങളെ മാറ്റി പുതിയ കോശങ്ങളെ സൃഷ്ടിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ബയോളജിക്ക് അതിന് കഴിയത്തില്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ദൈവത്തിന്റെ ആത്മാവ് അറിയുന്നു, എന്റെ ശ്വാസം പുതിയതൊന്നിനെ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ ശ്വാസം ഭൂമിയുടെ മുഖത്തെ പുതപ്പിക്കുന്നു. ശുശ്രൂഷകൾക്ക് ഒരു വ്യത്യാസം വരണം. കൃപാവരങ്ങൾ ജ്വലിക്കണം, അഭിഷേകം ജ്വലിക്കണം, ആത്മശക്തി വ്യാപരിക്കണം. നമ്മുടെ പഴയ കോശങ്ങൾ ക്യാൻസർ പോലെ മരിക്കാൻ തയ്യാറാകാതെ നിലനിൽക്കുന്ന പഴയ കോശങ്ങളുണ്ട്. അത് മരിക്കാതെ നിലനിന്ന് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകും, ആത്മീയ പാപ്പരത്വം, ആത്മീയമായി തകർച്ച ഉണ്ടാകും. അതുകൊണ്ട് പഴയ കോശങ്ങൾ, കേടുവന്ന കോശങ്ങൾ മാറ്റി ഇവിടെ ദൈവത്തിന്റെ ശ്വാസത്താൽ, ശക്തിയാൽ പുതിയ കോശങ്ങളെ സൃഷ്ടിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. വിശ്വസിക്കുന്നവർ കരങ്ങളിൽ ഉയർത്തി സ്തോത്രം ചെയ്യട്ടെ. കാരണം അവനാണ് ഭൂമിയുടെ മുഖത്തെ പുതയ്ക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. കേൾക്കണം, ഇവിടെ ദൈവത്തിന്റെ ശ്വാസം ഭൂമിയുടെ മുഖത്തെ പുതപ്പിക്കുന്നു. ദൈവത്തിന്റെ ശ്വാസം പുതിയ സൃഷ്ടി വരുത്തുന്നു എന്നല്ല പഠിച്ചത്. ആ വചനം അപ്പാടെ അങ്ങ് വിശ്വസിച്ചോണം. പിന്നെ ഇതിനകത്ത് ബയോളജി ഒന്നും ഇറക്കരുത്, ഈ ലോകശാസ്ത്രം ഒന്നും ഇവിടെ ഇറക്കരുത്, സ്വന്തം ബുദ്ധിയും ചിന്തയൊന്നും ഇറക്കരുത്. ഇത്രമാത്രം കണ്ണുമടച്ച് വിശ്വസിക്കണം. ദൈവം ഭൂമിയുടെ മുഖത്തെ പുതപ്പിക്കുന്നു തന്റെ ശ്വാസം കൊണ്ട്. ദൈവത്തിന്റെ ശ്വാസം സൃഷ്ടിക്കുന്ന ശ്വാസമാണ്, പുതുതായിട്ടൊന്നുണ്ടാക്കുന്നതാണ്, പുതിയത് ജീവൻ നൽകുന്നതാണ്. അത്ര ഒന്ന് വിശ്വസിക്കൂ. നദിയിൽ പോയി 7 പ്രാവശ്യം കുളിക്ക. യോർദാൻ നദി എന്ന് നമുക്കറിയാം, ചെളി നിറഞ്ഞ ഒഴുക്കുള്ള ഒരു സാധാരണ നദിയാണ്. ഹൃദയത്തിൽ അഹങ്കാരമുള്ള പഴയ നയമാൻ ആദ്യം അതിനെ എന്ത് ചെയ്തു? എതിർത്തു, അല്ലേ? എന്നാൽ ഒരു സത്യം കേൾക്കും, അവന്റെ ഭൃത്യന്മാരുടെ നിർബന്ധത്താൽ ചിലരൊക്കെ അങ്ങനെയൊക്കെയാ. മാനസാന്തരപ്പെടാൻ പറഞ്ഞാൽ എന്നാ പറഞ്ഞാലും മാനസാന്തരപ്പെടത്തില്ല. പിന്നെ പലരും കൂട്ടുകാരും, സ്നേഹിതരും, സുഹൃത്തുക്കളും, വീട്ടുകാരും എല്ലാം വന്നങ്ങ് നിർബന്ധിക്കും. എന്നാലും മാനസാന്തരപ്പെടാത്ത ടീമുകളുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നന്നാകാൻ തയ്യാറാക്കും. അപ്പൊ ഇവിടെ ഭൃത്യന്മാരുടെ നിർബന്ധത്താൽ അവൻ അനുസരിക്കാൻ തയ്യാറായി. ഇവിടെയാണ് രഹസ്യം. ഇനി ആ രഹസ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ 1-ാം തവണ മുങ്ങിയപ്പോൾ ഒന്നും സംഭവിച്ചില്ല. വാസ്തവത്തിൽ ആ പ്രവാചകനെ തല്ലേണ്ട സ്വഭാവം അവന് ഉണ്ടാകണ്ടേ? പക്ഷെ 7 പ്രാവശ്യം മുങ്ങണം ഒറ്റ പദമേ പറഞ്ഞു. പക്ഷെ ഇവിടെ ഒന്ന് നോക്കിയപ്പോ 1-ാം പ്രാവശ്യം മുങ്ങിയപ്പോൾ മാറ്റമൊന്നുമില്ല. 2-ാം തവണയും 3-ാം തവണയും 6-ാം തവണയും മുങ്ങിയപ്പോഴും ശരീരത്തിന്റെ കുഷ്ഠമല്ലാതെ, ആ കുഷ്ഠം ബാധിച്ച കോശങ്ങൾ നിലനിൽക്കുന്നല്ലാതെ ഒരു മാറ്റവുമില്ല. എന്നാൽ വളരെ രഹസ്യമായ ഒരു സന്ദേശം, രഹസ്യമായ ഒരു ചിന്ത ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 7-ാം തവണ അവൻ മുങ്ങിപ്പോങ്ങിയപ്പോൾ ബൈബിൾ പറയുന്ന എന്താണെന്നറിയാമോ? ഒന്നത് ഇന്ന് ചിന്തിച്ച് വായിക്കണം. ഭയങ്കര സന്തോഷമുള്ള വചനമാ. 2 രാജാക്കന്മാർ 5:14 പറയുന്ന പദം ഒന്ന് ശ്രദ്ധിച്ചു. മുങ്ങിപ്പൊങ്ങിയപ്പോൾ ബൈബിൾ പറയുന്നു, അവന്റെ മാംസം ഒരു കൊച്ചുകുട്ടിയുടെ മാംസം പോലെ ആയി തീർന്നു. കൊച്ചുകുട്ടിയെ കണ്ട ഉമ്മ കൊടുക്കാൻ തോന്നത്തില്ലേ? അവൻ കറുത്തവനായാലും വെളുത്തവനായാലും അവന്റെ ആ സുന്ദരമായ ശരീരത്തിന് ഉമ്മ കൊടുക്കാൻ തോന്നത്തില്ലേ? അത്രമാത്രം ആ മാംസം കൊച്ചുകുട്ടിയുടെ മാംസം പോലെ ആയി തീർന്നു എന്ന് പറഞ്ഞാൽ അവൻ അത്ര ശുദ്ധനായി തീർന്നു. ദൈവം തൊട്ടാൽ, ദൈവം സൃഷ്ടിച്ചാൽ, ദൈവം പുതിയതൊന്ന് പ്രവർത്തിച്ചാൽ അതിന് വരുന്ന മനോഹാരിത വളരെ വലുതാണ്.
വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇവിടെ സംഭവിച്ചത് യോർദാനിൽ 7 മുങ്ങലുകൾ. ഇതെല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു സത്യം, ഒരു അനുസരണത്തിന്റെ സത്യമാണ്. പൂർണ്ണമായ അനുസരണം. പഴയ കോശങ്ങൾ ഇവിടെ മരിക്കപ്പെടുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ ചർമ്മം ഇവിടെ രൂപപ്പെടുന്നു. പരിശുദ്ധാത്മാവിലുള്ള ഒരു റീജനറേഷൻ ഇവിടെ നടക്കുന്നു. ശുദ്ധകരങ്ങളിൽ എല്ലാവരും സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഈ കൊച്ചുകുട്ടിയുടെ മാംസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നയമാന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കുത്തം ബാധിച്ച കോശങ്ങൾ കേവലം റിപ്പയർ ചെയ്യപ്പെടുകയല്ല ഉണ്ടായത്, റിപ്പയർ ചെയ്യപ്പെടുകയല്ല, മറിച്ച് കേൾക്കു പ്രിയരെ, ആ കോശങ്ങളെല്ലാം പൂർണ്ണമായി നശിപ്പിക്കപ്പെടുക. അതിനു പകരം ഒരു നവജാത ശിശുവിന്റെ ശരീരം പോലുള്ള ഒരു പുതിയ കോശം, പുതിയതൊന്ന് ദൈവിക ശക്തിയാൽ അവിടെ സൃഷ്ടിച്ചു. റീജനറേഷൻ നടന്നു. അവൻ ഒരു പുതിയ സൃഷ്ടിയായി മാറി. ഒരിക്കലൂടെ കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് അങ്ങ് നന്നായി കഴിഞ്ഞാൽ നമ്മുടെ പഴയ ശരീരത്തിൽ ആമ മരിക്കാൻ സമ്മതിക്കാത്ത കോശങ്ങളുടെ മേൽ കർത്താവിന്റെ ശക്തി കടന്നു ചെന്ന് പുതിയ കോശങ്ങൾ ദൈവം ഉൽപ്പാദിപ്പിക്കും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പഴയ നശിക്കാതെ. അതുകൊണ്ട് റേഡിയേഷൻ ചെയ്തൊന്നും നശിപ്പിക്കണ്ട. ഇവിടെ ദൈവശക്തി എങ്ങോട്ട് വന്നാലുണ്ടല്ലോ, ഞാൻ മരിക്കത്തില്ല എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് കോശങ്ങളെ ദൈവശക്തി കൊണ്ട് ദൈവം കൊന്നൊടുത്തിട്ട് പുതിയ ലക്ഷക്കണക്കിന് കോശങ്ങൾ നൽകി പുതിയതൊന്ന് തരാൻ ദൈവശക്തിക്ക് കഴിയും. ഒന്ന് സ്തോത്രം ചെയ്യുന്നൊന്ന് കടന്നു വന്നേ, നമ്മളെ ദൈവത്തെ ഒന്ന് മനസ്സിലാക്കൂ, ഒന്ന് ചിന്തിക്കൂ, ഒന്ന് നമുക്കൊന്ന് വളരാൻ. ഞാൻ ഉൾപ്പെടെ കൊതിക്കുകയാണ്. എനിക്കും വലിയ വിടുതൽ വേണം. ഞാനും വളരെ കൊതിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളെപ്പോലെ. ഈ വചന പ്രസംഗം കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും മുട്ടുമേലിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഹൃദയം തുറന്ന് ചിന്തിക്കുമ്പോഴും എല്ലാം ഞാൻ ഇരുന്ന് ആത്മാവിൽ നൃത്തം ചെയ്ത് പ്രാർത്ഥിച്ച് നടക്കുകയാണ്. കർത്താവെ, എനിക്ക് ഈ പ്രസംഗം മാത്രം പോരാ, ഈ പ്രസംഗിക്കുന്ന എനിക്കും ഒരു സൗഖ്യം വേണം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഈ രാത്രി പാട്ടുപാടുന്ന എനിക്കൊരു സൗഖ്യം വേണം. പ്രാർത്ഥിക്കുന്ന എനിക്കൊരു സൗഖ്യം വേണം. സുവിശേഷം പറയുന്ന എനിക്കൊരു സൗഖ്യം വേണം. എല്ലാവരും ഒന്ന് കരങ്ങളൊന്ന് തട്ടി ഒന്ന് അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്തേ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താണ്. അന്ന് യൂട്രസ് സംബന്ധമായ രോഗശക്തികളെ, ശരീരത്തിന്റെ ആകുന്ന ക്ഷീണിപ്പിക്കുന്ന രോഗശക്തികളെ, അല്ലാതെ അസ്ഥികളെ മാംസപേശികളെ വരഞ്ഞു മുറുക്കുന്ന രോഗശക്തികളെ, ഇങ്ങനെ പഴയതാകുന്ന നിർജീവമായ അവസ്ഥകളെ നീക്കുവാൻ ഇന്ന് രാത്രി വൈദ്യശാസ്ത്രത്തിനേക്കാൾ അപ്പുറത്ത് സ്വർഗീയ ഡോക്ടർ ഇവിടെയുണ്ട്. ഒന്ന് ഹൃദയം തുറന്നു വിളിച്ചപേക്ഷിച്ചാൽ അവൻ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുക മാത്രമല്ല നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കും. എന്തുള്ളമേ ദൈവത്തെ സ്തുതിക്കാം. ഈ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ ശക്തി ഞാൻ കാണും, അനുഭവിക്കും. മക്കളെ, കളിമണ്ണും കുശവനുമായ ജെറമ്യാവിന്റെ പുസ്തകം ഒന്ന് പഠിച്ചേ. ജെറമ്യ പുസ്തകം 18-ാം അധ്യായത്തിൽ എന്താ പറയുന്നെന്ന് അറിയാമോ? ജെറമ്യ പ്രവാചകനോട് പറയുന്നു കുശവന്റെ വീട്ടിലേക്ക് പോകാൻ. യഹോവയായ ദൈവം ജെറമ്യ പ്രവാചകനോട് പറയുന്നു കുശവന്റെ വീട്ടിലേക്ക് പോകൂ. കുശവൻ എന്ത് ചെയ്തു? ചക്രത്തിന്മേൽ കളിമണ്ണ് കൊണ്ടൊരു പാത്രം നിർമ്മിക്കുന്നു അല്ലേ? അവിടെ എന്താ സംഭവിക്കുന്നു ശ്രദ്ധിക്കൂ. അവൻ കയ്യിലിരുന്ന പാത്രം എന്ത് ചെയ്തു? അവന്റെ കയ്യിലിരുന്ന പാത്രം കേടുവന്നു പോയി. കുശവൻ എന്താണ് ചെയ്തത്? അവൻ ആ പാത്രം അങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞില്ല. ബൈബിൾ പറയുന്നു അവൻ ആ മണ്ണ് വീണ്ടും കുഴച്ച് തനിക്കും ഇഷ്ടം തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. തനിക്ക് ഇഷ്ടം തോന്നിയതുപോലെ മറ്റൊരു നല്ലൊരു പാത്രം തീർത്തു. കേൾക്കും, നമ്മുടെ ജീവിതത്തിൽ പാപം കൊണ്ടോ രോഗം കൊണ്ടോ തകർന്നുപോയ കോശങ്ങളെ, തകർന്നുപോയ കുടുംബ ജീവിതത്തെ ദൈവം അങ്ങ് കളയത്തില്ല. നീ പോയി ഡൈവോഴ്സ് ആകെ, നീ നിന്റെ തലമുറയും കൊണ്ട് പോ, നീ നിന്റെ തലമുറ അങ്ങ് കൊല്ല് എന്ന് പറഞ്ഞ പഴയ ആ കോശങ്ങളെ, പഴയ കുടുംബ ജീവിതത്തെ, തകർന്നുപോയ കുടുംബ ജീവിതത്തെ ദൈവം അങ്ങ് എറിഞ്ഞു കളഞ്ഞില്ല. അവൻ നമ്മെ വീണ്ടും കുഴച്ച് നമ്മുടെ ഉടമസ്ഥനായ ദൈവം, സർവശക്തനായ ദൈവം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബജീവിതത്തിന് വേണ്ടി വീണ്ടും കുഴയ്ക്കുന്ന ദൈവമാണ്. വീണ്ടും കുഴച്ച് പഴയ വൈകല്യങ്ങളെല്ലാം ഒന്ന് മാറ്റി പുതിയൊരു പാത്രമാക്കി, പുതിയ കുടുംബമാക്കി. പിന്മാറ്റത്തിൽ പോയ കുഞ്ഞുങ്ങളൊക്കെ മടങ്ങി വരാൻ പോകുന്നു. വിശ്വസിച്ച് സ്തോത്രം ചെയ്താട്ട് നമ്മളെ പ്രാഗിപ്പോയ കുഞ്ഞുങ്ങൾ മടങ്ങി വരാൻ പോകുന്നു.
യേശുവിന്റെ നാമം വിളിച്ച് സ്തോത്രം ചെയ്താൽ നമ്മളെ ഹാലലു അനുസരിക്കാത്ത കുഞ്ഞുങ്ങൾ മടങ്ങി വരാൻ പോകുന്നു. ഇന്ന് രാത്രി നമ്മുടെ ആത്മാവ് ദൈവത്തോട് പറ, എന്റെ ദൈവമേ, നിന്റെ ആത്മാവ് ഞങ്ങളുടെ തലമുറയിലേക്കൊന്ന് വീശണമേ, അവനെ ഒന്ന് ഉടച്ചെടുക്കണമേ. സത്യയോട് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ നമ്മൾ തകർന്നു പോകരുതേ, നമ്മൾ നിരാശയായി പോകരുതേ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണം. നമ്മുടെ പഴയ വൈകല്യങ്ങളൊക്കെ മാറട്ടെ, പുതിയ പാത്രമാക്കി മാറ്റി. ഇതാണ് പുനരുജ്ജീവനത്തിന്റെ ആത്മീയ അനുഭവം. ഈ രാത്രി വിശുദ്ധ കരങ്ങളിൽ ഒരിക്കലും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താൽ പ്രവാചകനായ യെശയ്യാ പുസ്തകം 53-ാം അധ്യായത്തിൽ 4ഉം 5ഉം വാക്യം വായിക്കണം. അവിടെ എന്താണ് കാണുന്നതെന്ന് അറിയാമോ? 53-ാം അധ്യായം 4ഉം 5ഉം വാക്യത്തിൽ യഥാർത്ഥത്തിൽ അവൻ നമ്മുടെ സങ്കടങ്ങളെയാണ് ചുമന്നത്, നമ്മുടെ വേദനകളെയാണ് അവൻ വഹിച്ചത്, നമ്മുടെ അതിക്രമങ്ങളാണ് അവൻ മുറിവേറ്റത്, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയാണ് അവൻ തകർക്കപ്പെട്ടത്. അവൻ നമ്മുടെ ക്ഷതങ്ങൾ അവന്റെ ക്ഷതങ്ങളാക്കി മാറ്റി. അവന്റെ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. ഈ പദത്തിന്റെ അർത്ഥം എന്താണ്? ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് ആണ്, ഒരു ദിവ്യ മാറ്റമാണ് ഇവിടെ കാണാൻ പോകുന്നത്. കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു മരിച്ചപ്പോൾ അവൻ തന്റെ ശരീരത്തിലെ കോശങ്ങളിൽ, യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ എന്തുണ്ട്? കോശങ്ങളുണ്ട്. ആ ശരീരത്തിലെ കോശങ്ങളിൽ എന്താ ഇവിടെ പഠിപ്പിക്കുന്നത് അറിയാമോ? പ്രവാചകൻ യെശയ്യാ പുസ്തകത്തിൽ പഠിപ്പിച്ച എന്തെന്നറിയാമോ? നമ്മുടെ ക്യാൻസറിനെ ആ കോശങ്ങളിൽ അങ്ങ് വധിച്ചു. എല്ലാവരും അതേപോലെ വന്നാലേ മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ ക്യാൻസർ, നമ്മുടെ ശരീരത്തിൽ പഴയ കോശങ്ങൾ ഉണ്ടല്ലോ, മരിക്കാത്തവ. ക്യാൻസർ പോലെ പലവിധമായ രോഗങ്ങളാലുള്ള കോശങ്ങളുണ്ടല്ലോ. ആ കോശങ്ങൾ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ കോശങ്ങളിൽ നമ്മുടെ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളെ, ഡയബറ്റീസ് പോലുള്ള രോഗങ്ങളെ, ഹൃദ്രോഗങ്ങളെ അവൻ വഹിച്ചു. ഇത് മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ ആത്മാവിൽ നേരിട്ട പാപസംബന്ധമായ രോഗങ്ങള്, പൊട്ടച്ചുലും കളിവാക്കുകളും, തെറ്റായ ലൈംഗിക ആസക്തികളും, അമിതമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും, പാപസംബന്ധമായ സ്വയഭോഗ ചിന്തകൾ, വ്യഭിചാര ചിന്തകൾ, തെറ്റായ ചിന്തകൾ, ഇതൊക്കെ ശാപമായ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ദൈവം വഹിച്ചു. അങ്ങനെയെങ്കിൽ ചിന്തിക്ക്. അങ്ങനെ ശാപമായതെല്ലാം അവൻ വഹിച്ചു, ശാപമായി അവൻ തീർന്നു എന്ന് പറയുമ്പോൾ ഇത് വാസ്തവത്തിൽ എന്താണ്? നമുക്ക് അവന്റെ ജീവൻ നൽകേണ്ടതിന്, യേശു ക്രിസ്തുവിന്റെ ജീവൻ നൽകേണ്ടതിന് യേശു ക്രിസ്തു മരിച്ചു, യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തുവിന്റെ മരണത്തെയും യേശു ക്രിസ്തുവിന്റെ ആ ജീർണതയും എന്നേക്കുമായി തോൽപ്പിച്ചു എന്നൊരു സത്യമല്ല കാണുന്നത്. ഓൾറെഡി ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ആയിക്കോട്ടെ, ഇനി ഒരു 10 തലമുറകളെ ആയിക്കോട്ടെ, മനുഷ്യനാണോ അവൻ രോഗിയായി മാറും? മനുഷ്യനാണോ അവന്റെ ആത്മാവ് പാപം ചെയ്യും? അതുകൊണ്ട് ഈ ലോകം ഉള്ളിടത്തോളം കാലം തലമുറയായി ഇനിയും ജനിക്കാൻ പോകുന്നതും നമ്മൾ കണ്ടിട്ടില്ലാതെ അനേക തലമുറകൾ മുമ്പിലുണ്ട്. അവർ ജനിക്കാൻ പോകുമ്പോഴും ആ മുഴു ജനതയുടെ രോഗങ്ങളും പാപങ്ങളും പ്രലോഭനപരമായി നേരിട്ട പരീക്ഷകളും എല്ലാം ഒരിക്കലായി യെശയ്യാ പുസ്തകത്തിൽ പറയുന്നത് പോലെ അവൻ വഹിച്ചു, അവൻ ആ ശാപം ഏറ്റെടുത്തു എന്ന ഒരു രഹസ്യം നിൽക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു രഹസ്യം കൂടെ തുറക്കൂ. ആ രഹസ്യം തുറക്കപ്പെടുന്നത് ഇങ്ങനെയാണ്: യേശു കർത്താവ് നമ്മുടെ ഭൂമിയിലുള്ള നമ്മുടെ ക്യാൻസർ പോലെ മാരകമായ പാപവും രോഗവും ശാപവും എല്ലാം വഹിച്ചപ്പോഴും അത് തന്റെ ശരീരത്തിലുള്ള കോശങ്ങളിലുണ്ട്. ആ കോശങ്ങളിൽ ശാപമായി മാറിയിരിക്കുന്ന, ജീർണതയായി മാറിയിരിക്കുന്ന ആ മരണമായ പാപങ്ങൾ അങ്ങനെ ഇരിക്കെ അതിനെ തോൽപ്പിച്ചു എന്നൊരു രഹസ്യമുണ്ട്. തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, വചനം പറയുന്നത് ഇങ്ങനെയാണ്. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വചനം പറയുന്നു, ശ്രദ്ധിക്കൂ. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ നിങ്ങളുടെ മർത്യ ശരീരങ്ങളിലേക്ക് ജീവൻ നൽകും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സൗഖ്യമാക്കാൻ പോകുന്നു എന്റെ അടിപ്പിണരാൽ. അതാ സെന്റൻസ്, മറക്കരുത്. എന്റെ അടിപ്പിണരാൽ. ഇന്ന് ജനിക്കുന്നവരും ജീവനോടിരിക്കുന്നവരും ഇനി ജനിക്കാൻ പോകുന്നവർക്കും വേണ്ടിയുള്ള ദൂത. ആ ദൂതിൽ നിക്ഷിപ്തമായിരിക്കുന്ന അതിപ്രധാനമായ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തു മാത്രം പറയുന്ന രഹസ്യമാണ്.
ആ രഹസ്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ സകല പാപങ്ങളും നിന്റെ സകല രോഗങ്ങളും അവൻ വഹിച്ചു, അവൻ ശാപമായി തീർന്നു. ആ രഹസ്യം അവിടെ ഉണ്ട്. ഓക്കെ, അവന്റെ ശരീരത്തിലെ ആ കോശങ്ങളിൽ അത് വഹിച്ചിട്ടുണ്ട്. അവൻ ക്രൂശിക്കപ്പെട്ടെ, അവൻ ഇവിടെ കല്ലറയിലേക്ക് പോകുകയാണ്, മരിച്ച പോകുന്നത്. ജീർണിച്ച അവസ്ഥയിലേക്ക് ആ കോശം നിലനിൽക്കുന്നു. എന്നാൽ അറിയാത്ത മറ്റൊരു രഹസ്യം കൂടി ഇവിടെ തുറക്കപ്പോവുകയാണ്. ആരോ ഒരാൾ വന്നു. ആ ആരോ ഒരാൾ എന്ന് പറയുന്നത് ആരാണ്? ഒരു ജീവിപ്പിക്കുന്ന ആത്മാവ്. യേശു ക്രിസ്തുവിനെ ഒരുപാട് പേരും ഇരിക്കുന്നിടത്ത് ആ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. അപ്പൊ യേശു ക്രിസ്തുവിനെ ആരോ ഉയർപ്പിച്ചു. കേൾക്കൂ, ആരോ ഉയർപ്പിച്ചു. ആ ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഇപ്പോൾ എവിടെ വസിക്കുകയാണ്? വിശ്വസിക്കുന്ന നമ്മളിൽ വസിക്കുകയാണ്. ഇവിടെ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ. എങ്കിൽ എന്നുള്ളൊരു പദമുണ്ട്. അപ്പം വസിച്ചാലേ സംഭവിക്കത്തുള്ളൂ. അങ്ങനെ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ആരോ ഒരുവൻ ഉയർപ്പിച്ചു. ആ ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഇന്ന് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, നാളെ ഇനി ജനിക്കാൻ പോകുന്നവരും ജീവിക്കുന്നുണ്ടെങ്കിൽ, ആ ജീവിക്കുന്നവരിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ, മരിച്ചവരിൽ നിന്ന് ക്രിസ്തുവിനെ ആരോ ഉയർപ്പിച്ചല്ലോ, ആ ഉയർപ്പിച്ചവൻ നമ്മളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയുന്നില്ലേ, നമ്മൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കും. അവൻ സത്യം പറയാൻ കൊതിക്കുന്നു, അവൻ നന്മ ചെയ്യാൻ കൊതിക്കുന്നു, അവനെ ഒന്ന് തട്ടി ഉണർത്തെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആ ആത്മാവിനെ നമ്മളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നമ്മുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ നൽകും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരിക്കാതിരിക്കുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടല്ലോ, ജോയിന്റുകളിലുള്ള വേദനകൾ, ശരീരത്തിലുള്ള നീർക്കെട്ടുകൾ, ബ്രെയിനിലുള്ള രക്തസമ്മർദ്ദ കുറവുകൾ, മാരക രോഗങ്ങൾ, ഇത് ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കുന്നത് സത്യമാണ്. അങ്ങനെ നമ്മുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ നൽകും. അപ്പൊ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കണം. അവൻ വസിക്കുന്നുണ്ടെങ്കിൽ എന്ന പദമാണ് പഠിപ്പിക്കുന്നത്. ആത്മാവ് സൗഖ്യമാകണം, ശരീരം സൗഖ്യമാകണം. പ്രതികൂലമായി നിൽക്കുന്ന പഴയ കോശങ്ങൾ എന്നേക്കുമായി അസ്തമിക്കണമെങ്കിൽ, ഇല്ലാതാകണമെങ്കിൽ, പുതിയ കോശങ്ങൾ ഉണ്ടാകണമെങ്കിൽ, പുതിയ ജീവൻ ഉണ്ടാകണമെങ്കിൽ, പുതിയ സൗഖ്യം, ശരീരം സൗഖ്യം ഉണ്ടാകണം, ആത്മാവ് സൗഖ്യം ഉണ്ടാകണമെങ്കിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഇവിടെ വസിക്കണം. സ്വതന്ത്രം ചൊല്ലി പറയുമ്പോൾ തന്നെ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കുക, ദൈവത്തെ ഒന്ന് മനസ്സിലാക്കുക, ശ്രദ്ധിച്ചു കേൾക്കും. പ്രിയമുള്ളവരെ, വചനം എന്താണ് പറയുന്നത്? മരിച്ചു കഴിഞ്ഞ് പരലോകത്ത് ചെല്ലുമ്പോൾ ജീവൻ നൽകുമെന്നല്ല പറഞ്ഞത്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് സ്വർഗത്തിൽ പോകുകയില്ലെന്നു പിന്നത്തെ കാര്യം, അതവിടെ നിൽക്കട്ടെ. പരലോകത്തിൽ ചെല്ലുമ്പോൾ ജീവൻ നൽകുമെന്നുള്ള കാര്യമല്ല പറയുന്നത്. നമ്മുടെ മർത്യ ശരീരങ്ങൾക്ക്, ഫിസിക്കൽ ബോഡിയിൽ, നമ്മുടെ ആത്മാവിൽ, മൊറാലിറ്റിയിൽ ജീവൻ നൽകുമെന്നാണ് വിശ്വസിക്കുന്ന. അമ്മ പറഞ്ഞ് സ്വോത്രം ചെയ്താട്ട് ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഭക്തന്മാർക്ക് കിട്ടുന്ന ഒരു സത്യമാണ്. ഞാൻ പിന്നെയും ഈ ലോകത്തിലെ മരുന്നിൽ ആശ്രയിക്കും, ഈ ലോകത്തിലെ പണത്തിൽ ആശ്രയിക്കും, ഈ ലോകത്തിലെ മറ്റുള്ളവരെ ഞാൻ ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞ് ജീവിക്കാതെ ഞാൻ ദൈവത്തെ ബുദ്ധിമുട്ടിക്കും എന്ന് പറ. ഞാൻ ദൈവത്തെ ബുദ്ധിമുട്ടിക്കും, എനിക്ക് ദൈവം വേണം, അവന്റെ ആത്മാവിൽ എന്നിൽ വസിക്കണം, അവന്റെ ശക്തി എന്നിൽ വസിക്കണം, എന്റെ ആത്മാവ് ജീവിക്കണം. അങ്ങനെ എന്റെ ഉള്ളം സന്തോഷിക്കുമ്പോൾ അതൊരു ഔഷധമാണ്. ആ ഔഷധമുള്ള സന്തോഷം നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്തുന്നു. ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. അങ്ങനെ ഫിസിക്കൽ ബോഡിയിലേക്ക്, മറ്റ് ശരീരങ്ങളിലേക്ക് കല്ലറയെ ഭേദിപ്പിച്ച് മൂന്നാം ദിവസം ഉയർപ്പിച്ചവന്റെ ആത്മാവ്, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ഭൗതിക ശരീരത്തിലെ രോഗബാധിതമായ അവയവങ്ങൾക്കുമേൽ ഉയർപ്പിന്റെ ശക്തി, റിസറക്ഷൻ പവർ, ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്താട്ട് എല്ലാവരും നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഈ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കാൻ നിങ്ങൾ എന്നോടൊപ്പം വരണമേ. ഹല്ലേലൂയ.
നമ്മുടെ ശരീരത്തിലെ മൃദുപ്രായമായ കോശങ്ങൾക്കുമേൽ ഒരു ഉയർപ്പിന്റെ ശക്തി ഈ നിമിഷം മുതൽ വ്യാപരിക്കാൻ പോകുന്നു. അങ്ങനെ തന്നെ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേ. പ്രവാചകൻ പറയുന്നത് പോലെ അത് ഞാൻ വിശ്വസിക്കുന്നു. ഈ അസ്ഥികൾ ജീവിക്കും. എന്റെ മാരക രോഗങ്ങൾ വിട്ടുമാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കുടുംബ പ്രയാസങ്ങൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ദാരിദ്ര്യം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തലമുറയുടെ വിവാഹം നടക്കുകയില്ല എന്നു, ഭാവി കാണുകയില്ല എന്നു, എന്റെ കുടുംബത്തിന്റെ അരക്ഷിതാവസ്ഥ നീങ്ങിയില്ലെന്നും വാദിക്കുന്ന സകല പഴയ കോശങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു സത്യമുണ്ട്. റോമാലേഖനം 12:2 നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകരുത്. ഇനിയാ ശ്രദ്ധിക്കേണ്ടത്. ഈ ലോകത്തിന് ഇനി അനുരൂപമാകരുത്. ദൈവത്തിന്റെ സമാധാനം പ്രാപിക്കണം, നല്ലത് സ്വീകരിക്കണം, തികവുള്ള ദൈവഗീതം തിരിച്ചറിയണം. അങ്ങനെ നമ്മുടെ മനസ്സിന്റെ പുതുക്കത്തിലൂടെയാണ് ഈ പവർ വ്യാപരിക്കുന്നത്, റിന്യൂവൽ മൈൻഡ് വ്യാപരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. ദൈവം ജീവിക്കുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട് ദൈവം ജീവിക്കുന്നു. അതിനകത്ത് സംശയമുണ്ടോ? എത്രത്തോളം നെഗറ്റീവ് ചിന്തകൾ വരുന്നു, എത്രത്തോളം ഭയം വരുന്നു, എത്രത്തോളം ആകുലതകൾ വരുന്നു, എത്രത്തോളം മുൻകോപം വരുന്നു, അന്നേരം ഓർത്തോളം ദൈവം ജീവിക്കുന്നു എന്നാണ്. കാരണം ഈ പഴയ കോശങ്ങൾ നശിക്കാൻ ഈ നെഗറ്റീവ് ചിന്തകൾ, ഭയം, ആകുലത, മുൻകോപം അങ്ങനെ തലച്ചോറിനകത്ത് വ്യാപരിച്ചിരിക്കുന്ന സംവിധാനത്തെ ഇല്ലാതാക്കുവാൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സൗഖ്യം അനുഭവിക്കണം. ഞാനും മനുഷ്യനാ. അടുത്ത നിമിഷം എനിക്ക് രോഗം വരത്തില്ലെന്ന് ഞാൻ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ എനിക്ക് രോഗത്തിന്റെ ജയമെടുക്കുന്ന ഒരു റൂഹായുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തെ തുതിച്ചാട്ട് ഈ രാത്രിയിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഉയരത്തിലെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണം. നമുക്കൊരു രൂപാന്തരം ഉണ്ടാകണം. പഴയ കോശങ്ങൾ മരിക്കത്തില്ല എന്ന് പറയുന്നിടത്ത് മരിക്കണം. പുതിയ കോശങ്ങൾ ഉണ്ടാകണം. സമാധാനത്തിന്റെ ഹോർമോണുകൾ ഇവിടെ പുറപ്പെടണം. സന്തോഷമുള്ള ഹൃദയം നല്ലൊരു ഔഷധമാണ്. തകർന്ന മനസ്സാകത്തെ അസ്ഥികളെ ഉണക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാവരും സന്തോഷത്തോടെ സ്തോത്രം ചെയ്യൂ. ആരും ദുഃഖിച്ചും വേദനിച്ചും വ്യാകുലപ്പെട്ടും സ്തോത്രം ചെയ്യണ്ട. നീ രോഗിയായാലും കടഭാരമുള്ളവനായാലും വല്ലാതെ വിഷമത്തോടെ ജീവിക്കുന്നവനാണെങ്കിലും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കണ്ടുകൊണ്ട് സന്തോഷിച്ച് സ്തോത്രം ചെയ്യൂ. നമ്മുടെ വാടിയ മുഖം ദൈവത്തിന് വേണ്ട. ആവലാതിയുള്ള മുഖം ദൈവത്തിന് വേണ്ട. ഇവിടെ ഈ രാത്രി കേൾക്കൂ. ഹൃദയത്തിനകത്തുള്ള സന്തോഷം ഉണ്ടാകണം. ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു നാഥാ, എന്റെ പനി മാറുന്നു, എന്റെ തലവേദന മാറുന്നു. യേശുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ എങ്കിൽ പറഞ്ഞേ, എന്റെ ഉള്ളമേ ദൈവശക്തി എന്റെ മേൽ വ്യാപരിക്കട്ടെ. എന്റെ തലമുറകൾക്ക് ബുദ്ധി കൊടുക്കണമേ. എന്റെ തലമുറകൾ ദൈവത്തെ തുതിക്കട്ടെ. എന്റെ തലമുറകൾക്ക് സുബോധം കൊടുക്കണമേ. എന്റെ മാതാപിതാക്കൾക്ക് സുബോധം കൊടുക്കണമേ. അങ്ങയുടെ ശക്തി, അവിടുത്തെ അഭിഷേകത്തിന്റെ ശക്തി, സ്വർഗീയ ശക്തി സമയം കടന്നു വരട്ടെ. ഹല്ലേലൂയ. പഴയ മനുഷ്യന്റെ പഴയ മരിക്കാത്ത കോശങ്ങൾ, മറിഞ്ഞു കിടക്കുന്ന ഭാവസമ്മതമായ ശക്തികൾ, വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ക്ഷമിക്കാത്ത മനോഭാവം, ആർക്കെങ്കിലുമൊക്കെ എതിരായി നിൽക്കുന്ന കയ്പിന്റെ അനുഭവം, രഹസ്യ പാപങ്ങളുടെ ചങ്ങലകൾ, അടിമത്തം ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നിങ്ങളുടെ ഉള്ളം ദൈവത്തിന്റെ സന്നിധി തുറന്നു വെച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും അടഞ്ഞ് പ്രാർത്ഥിച്ചാട്ട് സ്വർഗത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തി ഈ രാത്രി വിളിച്ചു പറ, എന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു. എന്റെ ഭവനത്തിൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. എന്റെ തലമുറയിൽ സൗഖ്യം പ്രാപിക്കും. എന്റെ കുടുംബത്തിൽ സൗഖ്യം പ്രാപിക്കും. എന്റെ ജോലിയിൽ വിടുതൽ ഉണ്ടാകും. നാളെ ഒരു പ്രഭാതം കാണുന്നുവെങ്കിൽ പുതിയ കോശങ്ങളുമായി, പുതിയ അത്ഭുതങ്ങളുമായി, പുതിയ വെളിപ്പാടുകളുമായി, പുതിയ സമാധാനമായി, പുതിയ സന്തോഷമായി, പുതിയ സൃഷ്ടിയായി ഞാൻ മാറും. എന്റെ പഴയ കയ്പുള്ള അനുഭവം ഞാൻ മാറ്റിയെടുക്കും. എന്റെ വൈരാഗ്യം ഞാൻ മാറ്റിയെടുക്കും. എന്റെ ദുഷ്ടശീലങ്ങൾ ഞാൻ മാറ്റിയെടുക്കും. എന്റെ തെറ്റായ സ്വഭാവങ്ങൾ ഞാൻ മാറ്റിയെടുക്കും. എനിക്ക് എന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. എന്റെ ആത്മാവ് ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതമാകണം. ഇവിടെ ആവണാക്കി വിശുദ്ധ കരങ്ങളിൽ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്
എത്ര പേർക്ക് ദൈവശക്തി അനുഭവിക്കാൻ കഴിയും? നമ്മളിൽ ദൈവത്തിന്റെ ഉയർപ്പിന്റെ ശക്തിയുടെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ പദം മറക്കരുത്. ഉയർപ്പിച്ചവന്റെ ആത്മാവ്, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചില്ലേ? ആ ജീർണിച്ച ശരീരം അവ മാറിയില്ലേ? നമ്മുടെ സകല രോഗങ്ങളും ശാപങ്ങളും വഹിച്ചുകൊണ്ട് ആമെ നശിച്ചുപോയ ആ ശരീരം മാറിയില്ലേ? യേശു പുതിയ ശരീരത്തോടെ, സ്വർഗീയ ശരീരത്തോടെ വന്നില്ലേ? ആ വന്നുവെങ്കിൽ, ആ ജീവനായി ക്രിസ്തു നമ്മുടെ മധ്യ ഉണ്ടെങ്കിൽ, ആ ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വഭാവ രൂപാന്തരം ഉണ്ടാക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഒരു ദൈവ പൈതലായി മാറി. വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞ സ്വോത്രം ചെയ്താണ്. ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയൊക്കെ ആയിരുന്നു. ഞാൻ അഭിഷേകം പ്രാപിച്ചു എന്നൊക്കെ അഭിമാനിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കൊരു പുതിയ സ്വഭാവം ദൈവം തന്നു. ഒരു പുതിയ സൃഷ്ടിയായി എന്നെ മാറ്റി. ഹല്ലേലൂയ. നമ്മുടെ കൈകൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചാട്ട്, എന്റെ ദൈവം സൗഖ്യമാക്കിയെന്ന് പറഞ്ഞാട്ട്, നമ്മുടെ കല്ലായ ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം തന്നെന്ന് വിശ്വസിച്ചാട്ട്, നമ്മുടെ ഉള്ളിൽ പുതിയൊരു ആത്മാവിനെ ദൈവം നിക്ഷേപിച്ചു എന്ന് വിശ്വസിച്ചാട്ട്, ഇനി ആശീർവാദം പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പ്രാർത്ഥിച്ചോണം. അങ്ങനെ ചാർജ് ചെയ്യണം. ബാറ്ററി ചാർജ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ചാർജ് തീർന്നെങ്കിൽ പിന്നെയും ചാർജ് ചെയ്യും. അങ്ങനെ ചാർജ് ചെയ്ത് ഓരോ ദിവസം ജീവിച്ചോണം. ഭയങ്കര അത്ഭുതം കാണാൻ പോകുന്ന വരും ദിവസങ്ങളിൽ. ഓക്കെ, ഗോഡ് ബ്ലസ് യു.